ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം കനേഡിയൻ സിറ്റിസൺഷിപ്പിൻ്റെ പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇൻ പേഴ്സൺ പാസ്പോർട്ട് ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ പ്രൊനൗൺസിയേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും ഇംപ്രൂവ്മെൻറ്റ് വരുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ എ ന്യൂ അഡൽട്ട് പാസ്പോർട്ട് ഇൻ കാനഡ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസറിൽ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ IRCCയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ക്വിക്ക്ലി നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് നോക്കാം. ഫീസ് വരുന്നത് $120 ഫ്രം ആണ്. പിന്നെ 2 ഫോട്ടോസ് വേണം, ഒരു ഗ്യാരണ്ടിയർ ഉണ്ടായിരിക്കണം, 2 റെഫറൻസസും വേണം. ഈ ഗ്യാരണ്ടിയർ ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയിൽ സൈൻ ചെയ്യുന്നതും. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. പ്രൂഫ് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പ് വേണം. പിന്നെ നിങ്ങളുടെ ഒരു ID കാർഡ് വേണം. ഞാൻ ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് കൊടുത്തത്. 2 പാസ്പോർട്ട് ഫോട്ടോസ് വേണം. എഗെയിൻ ഒരു ഗ്യാരണ്ടിയർ, 2 റെഫറൻസസ്. പാസ്പോർട്ട് ഫോട്ടോയുടെ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ 2 ഫോട്ടോസ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഫോട്ടോയുടെ പുറകിൽ എവിടെയാണോ ഫോട്ടോ എടുത്തെന്നുള്ള പേര്, അവരുടെ അഡ്രസ്സ്, എന്നാണോ ഫോട്ടോ എടുത്തെന്നുള്ളൊരു സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. ആ ഒരു ഫോട്ടോയിൽ ഗ്യാരണ്ടിയർ സൈൻ ചെയ്യാൻ വേണം. ഇത് ഏറ്റവും അടുത്തുള്ള നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, പാസ്പോർട്ട് ഫോട്ടോ നിയർ മീ. അവർക്ക് ഓൾറെഡി ആ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം, റീഡ് ദ ഫുൾ ഫോട്ടോ റിക്വയർമെൻറ്റ്സ് എല്ലാം സെർച്ച് ചെയ്താൽ ചില ആൾക്കാരൊക്കെ ആപ്ലിക്കേഷനിലൊക്കെ ഫോട്ടോ എടുക്കുന്നവർ കാണും. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പാസ്പോർട്ട് സ്റ്റുഡിയോ ആളുടെ അടുത്ത് ചെന്ന് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഗ്യാരണ്ടിയർ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യണം, പാസ്പോർട്ട് ഫോട്ടോയിൽ സൈൻ ചെയ്യണം. എന്തെങ്കിലും അഡീഷണൽ കോപ്പീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും സൈൻ ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഡോക്യുമെന്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് സൈൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. എൻ്റെ ആപ്ലിക്കേഷൻ ഫോമിലും പാസ്പോർട്ട് ഫോട്ടോയിലും മാത്രമാണ് ഗ്യാരണ്ടിയർ സൈൻ ചെയ്തത്. പിന്നെ ഈ ഗ്യാരണ്ടിയർ 18 വയസ്സിന് മുകളിലോട്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ 2 വർഷമെങ്കിലും അറിഞ്ഞിരിക്കണം, കനേഡിയൻ സിറ്റിസൺ ആയിരിക്കണം, 5 ഇയർ 10 ഇയർ കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്തിരിക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, IRCC കോൺടാക്ട് ചെയ്യാൻ നോക്കിയാൽ. പിന്നെ റെഫറൻസസ് 18 വയസ്സിന് മുകളിലായിരിക്കണം, 2 വർഷത്തേക്കുള്ള അറിഞ്ഞിരിക്കണം, അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ്. പിന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റെഫറൻസസും ഗ്യാരണ്ടിയറും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആവാൻ പാടില്ല എന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ കോമൺ ലോ പാർട്ട്ണർ, ഹസ്ബൻഡ്, വൈഫ് അങ്ങനെയൊന്നും പാടില്ല. പിന്നെ നിങ്ങളുടെ റെഫറൻസസ് ഒരിക്കലും ഗ്യാരണ്ടിയർ ആവാനും പാടില്ല. ഈ ഗ്യാരണ്ടിയറും ഒരാൾ 2 റെഫറൻസ് അഡീഷണൽ 3 പേരാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഗെറ്റ് ദ ഫോം ആൻഡ് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം. PR ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷനോ ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഞാൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം. പിന്നെ ഏതർ ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യണം. പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങളുടെ ലാസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, എന്തെങ്കിലും ഫോർമലായിട്ട് സർനെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ വരുന്ന സർനെയിം ഓഫ് എ പാരൻ്റ് ആണ്. ഞാൻ എൻ്റെ ഫാദറിൻ്റെ ലാസ്റ്റ് നെയിമാണ് ഇവിടെ കൊടുത്തത്. സർനെയിം ലാസ്റ്റ് നെയിമാണ്. പിന്നെ ആപ്ലിക്കൻസ് പ്ലേസ് എപ്പോഴത്തെ നിങ്ങളുടെ ഫോറിൻ പാസ്പോർട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റി കൊടുക്കാം. നിങ്ങളുടെ സ്റ്റേറ്റ് ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് തോന്നുന്നു പല ഇന്ത്യൻ പാസ്പോർട്ടിൽ സിറ്റിയും സ്റ്റേറ്റും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം സിറ്റി മാത്രം ഇവിടെ കൊടുത്താൽ മതി. കൺട്രി ഇന്ത്യ കൊടുക്കുക, നിങ്ങളുടെ ഫോറിൻ കൺട്രി കൊടുക്കുക. പിന്നെ പ്രൊവിൻസ് നിങ്ങൾക്ക് കൊടുക്കുക ഇവിടെ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളത് കൊടുക്കുക. നാച്ചുറൽ ഐ കളർ, പിന്നെ ഹൈറ്റ്, ഇതെല്ലാം നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസിൽ ഉണ്ടായിരിക്കും, അത് തന്നെ നിങ്ങൾക്ക് കൊടുക്കുക ഇവിടെ. പിന്നെ കറണ്ട് ആയിട്ടുള്ള ഹോം അഡ്രസ്സ് കൊടുക്കുക. പിന്നെ മെയിലിംഗ് അഡ്രസ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രം ഇവിടെ കൊടുക്കുക, കാരണം നിങ്ങളുടെ പാസ്പോർട്ട് വരുന്നത് ഈ ഒരു മെയിലിംഗ് അഡ്രസ്സിലേക്കായിരിക്കും. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുക്കുക. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രം. ഞാൻ ചെയ്തത് ആപ്ലിക്കേഷൻ ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റാണ് സൈൻ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ സൈൻ വിത്തിൻ ബോർഡർ, ഇതിൻ്റെ അകത്ത് സൈൻ ചെയ്യണമെന്നുണ്ട്, അതൊക്കെ നോക്കുക. പിന്നെ ഡേറ്റ്, സിറ്റി എവിടെയാണോ സൈൻ ചെയ്തത് കൊടുക്കുക, പ്രൊവിൻസ് കൊടുക്കുക. പിന്നെ വരുന്നത് ഗ്യാരണ്ടിയുടെ ഇൻഫർമേഷനാണ്. ഗ്യാരണ്ടിയുടെ പാസ്പോർട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. അവരുടെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി കൊടുക്കുക. റിലേഷൻഷിപ്പ് ടു ദ ആപ്ലിക്കൻറ്റ്, ഞാൻ കൊടുത്ത എൻ്റെ ലാൻഡ് ലോഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡ് ലോഡോ കൊളീഗോ ടീച്ചർ
അല്ലെങ്കിൽ ഫ്രണ്ട് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അവരുടെ ടെലിഫോൺ നമ്പർ, അവരുടെ ഹോം അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഗ്യാരണ്ടിയർ സൈൻ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷത്തിൽ കൂടുതൽ അറിഞ്ഞിരിക്കണം എന്നുണ്ട്. അപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ്സ് എന്നാണോ അറിയുന്നത് കൊടുക്കുക. പിന്നെ ഡേറ്റ് കൊടുക്കുക, സിറ്റി, പ്രൊവിൻസ് കൊടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കനേഡിയൻ ട്രാവൽ ഡോക്യുമെൻ്റ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കത് നോ ആയിരുന്നു. പിന്നെ വരുന്നത് പ്രൂഫ് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പാണ്. ഇഫ് യു വർ ബോൺ ഇൻ കാനഡയാണ്, ഇത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. വരുന്നത് ഇഫ് യു ആർ ഔട്ട്സൈഡ് ഓഫ് കാനഡയാണ്, കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മുടെ പ്രൂഫ് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പിൽ ഉണ്ടായിരിക്കും. ഡേറ്റ് ഓഫ് ഇഷ്യൂ നമ്മൾ കൊടുക്കുക. പിന്നെ ആർ യു നാച്ചുറലൈസ്ഡ് കനേഡിയൻ, നോ കൊടുക്കുക. വാസ് വൺ ഓഫ് യുവർ പാരൻറ്റ് ബോൺ ഇൻ കാനഡ, നോ കൊടുക്കുന്നു. പിന്നെ വരുന്നത് കംപ്ലീറ്റ് ആൻഡ് സബ്മിറ്റ് യുവർ ഫോം. ഇതുണ്ട്, ഇത് നമുക്ക് ഫിൽ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ടു സപ്പോർട്ട് ഐഡൻറ്റിറ്റി. ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് കൊടുത്തത്. ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ് ഡ്രൈവേഴ്സ് ലൈസൻസ്, ഡോക്യുമെൻറ്റ് നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് എക്സ്പയറി, യുവർ നെയിം ആസ് ഇറ്റ് അപ്പിയർ ഓൺ ദ ഡോക്യുമെൻറ്റ്, നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ കൊടുക്കണം, എന്നാണോ സൈൻ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ പീരീഡ് ഓഫ് വാലിഡിറ്റി ഞാൻ ചൂസ് ചെയ്ത 10 ഇയർ ആണ്. നിങ്ങൾക്ക് 5 ഇയറോ 10 ഇയറോ കൊടുക്കാം. രണ്ടിനും ഡിഫറെൻറ്റ് ഫീ ആണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ അഡ്രസ്സസ് ലാസ്റ്റ് ഇയർ കൊടുക്കുക. എൻ്റെ സെയിം ആസ് എ കറണ്ട് ഹോം അഡ്രസ്സ് ആയിരുന്നു, ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തു. പിന്നെ ഒക്യുപ്പേഷൻ, ഐ വാസ് എംപ്ലോയ്ഡ് ഫുൾ ടൈം ഓർ പാർട്ട് ടൈം നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, എന്താണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ എംപ്ലോയർ നെയിം കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ടെലിഫോൺ നമ്പർ കൊടുക്കുക, എന്ത് ഫീൽഡാണെന്ന് കൊടുക്കുക, ഡേറ്റ് ടു ഡേറ്റ്, കാരണം ലാസ്റ്റ് 2 ഇയേഴ്സിൻ്റെ ആണ് കൊടുക്കേണ്ടത്. പിന്നെ വരുന്ന റെഫറൻസസിന് ഇൻഫോർമേഷനാണ്. റെഫറൻസസിൻ്റെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, എന്താണ് റിലേഷൻഷിപ്പ് ടു ദി ആപ്ലിക്കൻറ്റ്, ഫ്രണ്ട് ഓർ ഫാമിലി പാടില്ല എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്, കൊളീഗ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സും അവരുടെ ടെലിഫോൺ നമ്പറും. എത്ര നാൾ, 2 വർഷത്തിൽ കൂടുതലായിരിക്കണം എന്നുണ്ട്. പിന്നെ വരുന്ന രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നെ വരുന്നത് എമർജൻസി കോൺടാക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കാം, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, ഹസ്ബൻഡ് ഓർ വൈഫാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൊടുക്കാം, കസിൻ എന്തെങ്കിലും കൊടുക്കാം, അവരുടെ ടെലിഫോൺ നമ്പർ, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അവരുടെ ഹോം അഡ്രസ്സും. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഡേറ്റും കൊടുക്കുക. ഇത്രയും 3 പേജസുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ താഴോട്ട് വരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ ഡീറ്റെയിൽസ്, പിന്നെ ഫീഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. $120 ആണ്. 5 ഇയർ വാലിഡിറ്റി ആണെങ്കിൽ, 10 ഇയർ വാലിഡിറ്റി ആണെങ്കിൽ $160 ആണ്. പിന്നെ നിങ്ങൾ US നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഫീഡ് ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ മെയിൽ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇൻ പേഴ്സൺ ആയിട്ട് പറയുന്നത് കൊണ്ട് ഇത് നമുക്ക് വേണ്ടതല്ല. പിന്നെ ഫോമും കാര്യങ്ങളും എങ്ങനെയാണ് മെയിൽ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടത്. കറക്റ്റായിട്ടുള്ള സൈൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ പാസ്പോർട്ട് ഫോട്ടോയുടെ റിക്വയർമെൻറ്റ്സ് അഗെയിൻ ഇങ്ങനെയാണ്. നെയിം, അവരുടെ അഡ്രസ്സ്, ഡേറ്റ്, പിന്നെ ഗ്യാരണ്ടിയർ സൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോമിൽ വരുന്ന കാര്യങ്ങൾ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻ പേഴ്സൺ ആണെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് ഒന്നുകൂടി റിവ്യൂ ചെയ്യും. പിന്നെ നമ്മുടെ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന കസ്റ്റമർ സർവീസിലുള്ള ആളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോം ആക്യുറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലും പ്രോപ്പറായിട്ടെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ID കാർഡ് എടുക്കാൻ മറക്കല്ല്, പ്രൂഫ് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ മറക്കരുത്. പിന്നെ ഈ ഫോമും ഫില്ല് ചെയ്യണം. പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പാസ്പോർട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട പ്രോസസ്സാണ്. അത് നെക്സ്റ്റ് സെഷനിൽ ഞാൻ പറയുന്നതാണ്.
അപ്പോൾ പാസ്പോർട്ടിന് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പാസ്പോർട്ട് അപ്പോയിൻമെൻറ്റ് കാനഡ എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. ഈ സർവീസ് കാനഡ .ca എന്നുള്ള വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഏറ്റവും താഴെ ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ പാസ്പോർട്ട് സർവീസിനാണ് നോക്കുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. സർവീസ് വേണ്ടത് അഗെയിൻ പാസ്പോർട്ട് സർവീസ്. ട്രാവൽ ഡേറ്റ് നിങ്ങൾ കൊണ്ടേ കൊടുക്കാം. ഐ ഡോണ്ട് ഹാവ് എ ട്രാവൽ ഡേറ്റ് എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻസ് നമ്പർ 1 ആണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ നോയാണ്, ഇത് ആപ്ലിക്കബിൾ അല്ല മിക്കവർക്കും തന്നെ. പിന്നെ നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ വരുന്ന ടാബിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങളുടെ പ്രൈമറി ടെലിഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കണം, കാരണം ആ ഒരു ഇമെയിലിലേക്കാണ് കൺഫർമേഷൻ നമ്പർ കിട്ടുന്നത്. പിന്നെ പ്രൊവിൻസ് കൊടുക്കുക, നിങ്ങൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റൽ കോഡ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പോസ്റ്റൽ കോഡും കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് വരുന്ന സെഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ സർവീസസ് വേണമെന്നുള്ളതാണ്. ഞാനിവിടെ നോ കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അഡ്രസ്സ് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും അടുത്തിട്ടുള്ള സർവീസ് കാനഡ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എത്ര ഓഫീസസ് ഡിസ്പ്ലേ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ 15 കൊടുക്കുന്നു. നിങ്ങൾക്ക് യൂസ് മൈ കറൻറ്റ് ലൊക്കേഷൻ കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ടേൺ ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പാസ്പോർട്ട് ഓഫീസസ് അടുത്തുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഡേറ്റ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുകൂടി ഫർദർ ആയിട്ടുള്ള കുറച്ച് ദൂരെയുള്ള ലൊക്കേഷൻസിലൊക്കെ ഡേറ്റ്സ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് കാണാം. ഫോർ ഇൻസ്റ്റൻസ് നയാഗ്ര ലൊക്കേഷൻസിലൊക്കെ ഒത്തിരി ഡേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അല്ല നിങ്ങൾക്ക് അടുത്തുള്ള ലൊക്കേഷനാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ അങ്ങനെയും സെർച്ച് ചെയ്യാം. ഏകദേശം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പാസ്പോർട്ട് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡേറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലാന്ന്. ഏറ്റവും അടുത്ത ഡേറ്റ് എന്ന് വെച്ചാൽ ജൂൺ 2 ആണ്. അപ്പോൾ ഞാൻ ജൂൺ 2 സെലക്ട് ചെയ്യുന്നു. 2 ടൈമുണ്ട്. ഇഷ്ടമുള്ള ടൈം സെലക്ട് ചെയ്യാം. ബുക്ക് മൈ അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് അവിടെ ബുക്കായെന്ന് കാണാം. നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് മാറി മാറി ലൊക്കേഷൻ കൊടുക്കാം. പോസ്റ്റൽ കോഡ് മാറി കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തത് ടൊറാൻഡോ ലൊക്കേഷനാണ്. ഏറ്റവും അടുത്തത് മെയ് 21 അവൈലബിൾ ടൈമാണ്. എഗെയിൻ ബുക്ക് മൈ അപ്പോയിൻമെൻറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പാസ്പോർട്ട് ഇൻ പേഴ്സൺ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ്. എഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Good luck with everything. Thank you. Okay. Bye. Cheers.